ഹായ് ദൃശ്യം 3യുടെ ബുക്കിംഗ് അത് ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. വേറെ ലെവൽ ബുക്കിംഗ് എന്ന് തന്നെ പറയാം. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ഇപ്പോൾ ദൃശ്യം 3 പോവാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു പോസിറ്റീവ് റെസ്പോൺസ് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ സിനിമയുടെ കളക്ഷൻ അത് വേറെ ലെവലാവും. മലയാള സിനിമ 500 കോടി എന്ന നേട്ടം ആദ്യമായി സ്വന്തമാക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്നലത്തോടുകൂടി സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ, അതായത് ഫസ്റ്റ് ഡേയിലെ ബുക്കിംഗ് കളക്ഷൻ 21 കോടി കടക്കും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നലെ രാത്രിയോടുകൂടി സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ 21 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഡേക്ക് മാത്രം. വീക്കെൻഡ് കളക്ഷനായിട്ട് 32 കോടിയോളവും സിനിമ നേടിയെടുത്തു. അതായത് ഇന്നലെ പല മണിക്കൂറിലും 8000-നടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ തുറക്കുമ്പോൾ 5000-നടുത്തുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ദൃശ്യം 3ക്കായി വിറ്റുപോകുന്നത്. ഒന്നുറപ്പിക്കാം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകും എന്നുള്ളൊരു കാര്യം. അതായത് വമ്പൻ കളക്ഷൻ സിനിമ നേടിയെടുക്കുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രീ സെയിൽ കളക്ഷൻ നേടിയ സിനിമ അത് എമ്പുരാൻ ആണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. 50 കോടിക്ക് മുകളിലാണ് എമ്പുരാന്റെ പ്രീ സെയിൽ കളക്ഷൻ. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് 140 കോടി മുടക്കി മഹേഷ് നാരായണൻ ഒരുക്കിയ മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയോട്ട് ആയിരുന്നു. ആ സിനിമ 21 കോടിക്കടുത്താണ് പ്രീ സെയിലിലൂടെ ഫസ്റ്റ് ഡേക്ക് നേടിയെടുത്തത്. ആ റെക്കോർഡ് ഒരു ദിവസം ബാക്കി നിൽക്കെ തന്നെ ദൃശ്യം 3 എന്ന കൊച്ചു സിനിമ മറികടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കൊച്ചു സിനിമ എന്നുള്ളത് പ്രേക്ഷകരുടെ മനസ്സിലെ കാര്യമല്ല, ബഡ്ജറ്റിന്റെ കാര്യം വെച്ചിട്ടാണ് കൊച്ചു സിനിമ എന്ന് പറഞ്ഞത്. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ ദൃശ്യം 3 ഒരു വലിയ സിനിമയാണ്. എന്തായാലും ഇന്നത്തോടു കൂടി സിനിമ 30 കോടി പ്രീ സെയിൽ കളക്ഷൻ, അതായത് ഫസ്റ്റ് ഡേക്കുള്ള പ്രീ സെയിൽ കളക്ഷൻ 30 കോടി ആക്കി മാറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വീക്കെൻഡ് കളക്ഷനായിട്ട് 40 കോടിക്ക് മുകളിലും സിനിമ നേടിയെടുത്തിരിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ 21 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും 23 കോടിയും കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടാവും. കേരള ബോക്സ് ഓഫീസിൽ പ്രീ സെയിലിലൂടെ തന്നെ 6 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫാൻ ഷോ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ അത് 7 കോടിക്ക് മുകളിലായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയോടുകൂടി അത് 8 കോടിയും കടന്ന് 9 കോടിയിൽ എത്തും എന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഫസ്റ്റ് ഡേ മിനിമം 10 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ സിനിമ നേടിയെടുക്കും. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ എമ്പുരാന്റെ കളക്ഷൻ റെക്കോർഡ് ഈ പറയുന്ന ദൃശ്യം 3 മറികടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും എമ്പുരാന്റെ റെക്കോർഡ് മറികടക്കാൻ വലിയ സാധ്യതയാണുള്ളത്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ. എന്തായാലും നാളെ രാവിലെ 8 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും. 11 മണിയോടെ നമ്മൾക്ക് റിസൾട്ട് കൃത്യമായി അറിയാം. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആകണമേ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമ എത്രത്തോളം കളക്ഷൻ നേടും എന്നുള്ളത് ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരും. എന്തായാലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാവും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ. അതുപോലെ ഫസ്റ്റ് ഡേ എത്ര കോടി നേടും എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.